ഹലോ ഓൾ, വെൽക്കം ടു ദിശ അക്കാഡമി. സോ IBPS ക്ലർക്ക് അപ്ലൈ ചെയ്യാനുള്ള വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. ഓഗസ്റ്റ് 1 സ്റ്റാർട്ട് ചെയ്തത്. ഓഗസ്റ്റ് 21 ലാസ്റ്റ് ഡേറ്റ്. ഈ ലാസ്റ്റ് നിമിഷത്തേക്ക് ആരും അപ്ലൈ ചെയ്യാൻ വേണ്ടി ഇരിക്കരുത്. എത്രയും വേഗം അപ്ലൈ ചെയ്യുക. ബാങ്ക് പ്രിഫറൻസ് ഒക്കെ കറക്റ്റായിട്ട് വെക്കുക. നമ്മുടെ ഗ്രീഷ്മ മിസ് ഈ ഒരു ബാങ്ക് പ്രിഫറൻസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ബാങ്കിങ് ചാനൽ ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും ആ വീഡിയോ കാണുക. അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യുക. സോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് എങ്ങനെ IBPS ക്ലർക്കിന് വേണ്ടി ഇനി വരുന്ന ഒരു 60 ഡേ, അതായത് നാളെ തൊട്ട് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 60 ദിവസം കിട്ടും. സോ ഈ ഒരു 60 ദിവസം നമുക്ക് എങ്ങനെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാം, എങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാം എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ്. സോ നമുക്ക് കുറച്ച് ഡേറ്റ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ. നോക്കിക്കോ, എന്താണ് പ്രിലിംസിൻ്റെ ഡേറ്റ്. സോ അതെല്ലാവരും മാർക്ക് ചെയ്ത് വെച്ചോ. നമ്മുടെ സ്റ്റഡി ടേബിളിൽ, നമ്മുടെ ആ ഒരു സ്റ്റഡി റൂമിൻ്റെ ആ ഒരു ഇരിക്കുന്നതിൻ്റെ ആ ഒരു വാളിൽ നിങ്ങൾ എല്ലാവരും ഡേറ്റ് ഒട്ടിച്ച് വെച്ചോ. 4th, 5th, 11th ഒക്ടോബറാണ് നമ്മുടെ പ്രിലിംസ് ഡേറ്റ്. സോ നാളെ തൊട്ട് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 60 ദിവസം കിട്ടും, അതായത് 2 മാസം കിട്ടും. നല്ല രീതിയിൽ ഞാൻ എങ്ങനെ പഠിക്കണം എന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. മെയിൻസിൻ്റെ ഡേറ്റ് 29th നവംബറിനാണ്. സോ ഇഷ്ടം പോലെ സമയമുണ്ടല്ലേ പഠിക്കാൻ. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. സോ ഈ ഡേറ്റ് എല്ലാവരും ഓർത്ത് വെക്കണം. ഈ 21-ാം തീയതി അപ്ലൈ ചെയ്യാൻ വേണ്ടി ആരും ഇരിക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. ഇനി നമ്മുടെ ബാങ്ക് എക്സാമിന് വേണ്ടി, ബാങ്ക് എക്സാം പഠിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ദിശ അക്കാഡമി ഒരു ഓഫ്ലൈനും ഓൺലൈൻ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓഗസ്റ്റ് 6 നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. നിയറസ്റ്റ് ആയിട്ടുള്ള എല്ലാ ബ്രാഞ്ചസും നിങ്ങൾ ജോയിൻ ചെയ്യുക. കൊട്ടാരക്കര, കൊല്ലം, ട്രിവാൻഡ്രം, തൃശ്ശൂർ, കോഴിക്കോട് ഈ ബ്രാഞ്ചസുകളിൽ ഓഫ്ലൈൻ ബാച്ചസ് ബാങ്കിങ്ങിന് വേണ്ടി എക്സ്ക്ലൂസീവായിട്ട് നിങ്ങൾക്ക് 6-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ എന്തൊക്കെയാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. വെറുതെ ഒരു ക്ലാസ് എടുത്തിട്ട് നിങ്ങളെ വിടുക എന്നുള്ളൊരു ഉദ്ദേശമല്ല നമുക്ക് മെയിനായിട്ട്. നിങ്ങളെ കൊണ്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യിപ്പിക്കാം. കാര്യം എന്താ, ഒരു 6 മാസം 7 മാസം കൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ച ഒരു ഓഫീസർ പോസ്റ്റ് നിങ്ങൾക്ക് നേടിത്തരാ എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത്. സോ രാവിലെ നിങ്ങൾക്ക് ക്ലാസ് തന്നിട്ട് നിങ്ങളെ പറഞ്ഞു വിടുന്ന ഒരു സിസ്റ്റം അല്ല, നല്ല രീതിയിൽ നിങ്ങളെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുക. അത് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് പ്രിലിംസിന് വേണ്ടി എക്സ്ക്ലൂസീവായിട്ട് ഡെയിലി മെറ്റീരിയൽസ് തരും. ആ ഡെയിലി മെറ്റീരിയൽസിൽ എല്ലാ 3 സബ്ജക്റ്റും, അതായത് റീസണിങ്, QA, ഇംഗ്ലീഷിൻ്റെ നല്ല ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് കാണും. സോ അത് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന മാത്രമാണോ, നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഒരു മെൻറ്ററിൻ്റെ ഒരു സപ്പോർട്ട് തരും. സോ നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് അവിടെ വെച്ച് നിങ്ങളങ്ങ് വിട്ടിട്ട് പോകുന്ന രീതി ഞങ്ങൾ ചെയ്യിക്കത്തില്ല. ആ ക്വസ്റ്റ്യനും ആ മെൻറ്റർ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഇനി ഒരുപാട് ട്രിക്സ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രിക്ക് മെത്തേഡ് ഉണ്ടോ, അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഇംഗ്ലീഷും എല്ലാ സബ്ജക്റ്റും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഇനി അതുകൊണ്ട് മാത്രം തീരുന്നില്ല, എല്ലാ വെള്ളിയാഴ്ചയും നിങ്ങൾക്ക് ഇവിടെ ഒരു എഡിറ്റോറിയൽ പ്രസൻറ്റേഷൻ കാണും. അതായത് എഡിറ്റോറിയൽ സമ്മറി നിങ്ങളെ എല്ലാ ദിവസവും എഴുതിപ്പിക്കും. എന്നിട്ട് അതിൻ്റെ പ്രസൻറ്റേഷൻ കാണും. സോ അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, ഇൻ്റർവ്യൂവിന് നല്ല രീതിയിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യണം, നല്ല കോൺഫിഡൻ്റ് ആയിട്ട് പെർഫോം. ഇപ്പം നമ്മുടെ ദിശയിലെ കുട്ടികൾ ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ആ ഒരു എഡിറ്റോറിയൽ പ്രസൻറ്റേഷൻ ചെയ്യുന്നത്. അത് എഡിറ്റോറിയൽ സമ്മറി എഴുതിപ്പിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് ഇല്ല POയ്ക്ക്. സോ ആ ഒരു ഡിസ്ക്രിപ്റ്റീവിന് വേണ്ടി നിങ്ങൾ ഡെയിലി സമ്മറി എഴുതിപ്പിക്കും. ഒരു മന്തിൽ ഇന്ന ദിവസം നിങ്ങളെ കൊണ്ട് ആ ബുക്ക് സബ്മിറ്റ് ചെയ്യും, നമ്മൾ ചെക്ക് ചെയ്യും. സോ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ പഴയ സ്കൂൾ ലൈഫിലൊക്കെ ടീച്ചേഴ്സ് ചെയ്യുന്ന ഒരു സിസ്റ്റം തന്നെയാണ് നിങ്ങളിവിടെ ചെയ്യിപ്പിക്കുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെയാണ് ഗുണം. അത് മാത്രമല്ല, ടെസ്റ്റ് സീരീസ് ഇവിടെ നടത്തും. സോ നിങ്ങളുടെ ക്ലാസ് റൂമിനുള്ളിൽ തന്നെ ഒരു കോമ്പറ്റീഷൻ വരുത്തുക എന്നുള്ളൊരു ഉദ്ദേശമാണ്. സോ അങ്ങനെ ചെയ്യുന്ന ഒരു ഗുണം എന്താ, നിങ്ങൾക്ക് ആക്ച്വൽ കോമ്പറ്റീഷൻ്റെ ഒരു ലെവൽ നിങ്ങൾക്ക് മനസ്സിലാൻ പറ്റും. ക്ലാസ് റൂമിൽ ഒരു കോമ്പറ്റീഷൻ വന്നാൽ സോ ടോപ്പ് 5-ൽ നിങ്ങൾ വരാൻ വേണ്ടി മത്സരിക്കും. സോ നിങ്ങളുടെ മാർക്ക് നോക്കും, പെർസെൻറ്റേജ് നോക്കും. സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ നല്ല രീതിയിൽ ഞങ്ങൾ ഗൈഡ് ചെയ്തിട്ടായിരിക്കും വിടുന്നത്. അതുപോലെ ഓൺലൈൻ ബാച്ചസ് ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഓൺലൈൻ ബാച്ചസ് പർച്ചേസ് ചെയ്യാം. സോ ഈ പറഞ്ഞിരിക്കുന്ന ഡെയിലി മെറ്റീരിയൽസ് നിങ്ങൾക്ക് അങ്ങനെയും പ്രൊവൈഡ് ചെയ്യും. സോ നിങ്ങളത് ചെയ്യുക. നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട്. സോ അതിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത നോട്ട്സ് അയച്ചു തരിക. സോ നമ്മൾ വെരിഫൈ ചെയ്യും. സോ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഞങ്ങൾ ഗൈഡ് ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ഫോക്കസ് ബാച്ച് ഉണ്ട്, ഇവിടെ ലാബ് ഫെസിലിറ്റീസ് ഉണ്ട്. നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ഇവിടെ മോക്ക് എഴുതി നോക്കണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ലാബ് ഫെസിലിറ്റീസും ഉണ്ട്, റീഡിംഗ് റൂം ഉണ്ട്. സോ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. നിങ്ങൾ വന്നാൽ മാത്രം മതി. ഇപ്പോൾ ഓഗസ്റ്റ് 6 ഇവിടെ ബാച്ച് ഓപ്പൺ ചെയ്യുന്നത് എക്സ്ക്ലൂസീവായിട്ട് ബാങ്കിങ്ങിന് വേണ്ടിയാണ്. സോ നിങ്ങൾ ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി കോൺടാക്ട് ചെയ്യുക. ഡീറ്റെയിൽസ് കൂടുതലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. സോ നമ്മൾ ഇന്നത്തെ ഒരു 60 ദിവസത്തെ പ്ലാനിന് മുന്നേ നമ്മുടെ പാറ്റേൺ അറിഞ്ഞിരിക്കേണ്ട, എക്സാം പാറ്റേൺ എങ്ങനെയാണ് എക്സാമിൽ വരുന്നത്, എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ? ചേഞ്ചസ് ഉണ്ടല്ലോ, എല്ലാവരും അറിഞ്ഞാണോ അല്ലേ. മെയിൻസിന് ചേഞ്ചസ് ഉണ്ട്. സോ പ്രിലിംസിന് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ? ഒരു ചേഞ്ചും ഇല്ല. നമ്മുടെ പഴയ സിസ്റ്റം തന്നെ. റീസണിങ്, ഇംഗ്ലീഷ്, QA സെയിം ടൈം അല്ലേ, 30 ക്വസ്റ്റ്യൻ 30 മാർക്ക്. സോ ആ സെയിം പാറ്റേൺ തന്നെ. ടോട്ടൽ 1 മണിക്കൂറാണ്. ടോട്ടൽ മാർക്ക് എത്ര, 100 ക്വസ്റ്റ്യൻ അല്ലേ, 100 മാർക്കല്ലേ. പക്ഷേ മെയിൻസിന് വരുമ്പോൾ ചേഞ്ചസ് ഉണ്ട്. ഇവിടെ ടൈം എത്ര മാറി, 2 മണിക്കൂറല്ലേ ഉള്ളൂ. ആൻഡ് ടോട്ടൽ മാർക്ക് എത്ര, 200 മാർക്കാണ് ടോട്ടൽ. സോ ഇവിടെ വ്യത്യാസം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇംഗ്ലീഷിൻ്റെ വെയിറ്റേജ് മാറി, അതേപോലെ ജിയുടെ വെയിറ്റേജ് മാറി, അതേപോലെ QAയുടെ വെയിറ്റേജ് മാറി. സോ ഈ കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. സോ അതനുസരിച്ച് വേണം നമ്മൾ സ്മാർട്ട് വർക്ക് ചെയ്യാൻ. ഈ മെയിൻസ് ക്ലിയർ ചെയ്യുക എന്നുള്ളത് മെയിനായിട്ട് നമ്മുടെ സ്മാർട്ട് വർക്ക് അനുസരിച്ചിരിക്കും. നമ്മൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ QA മാത്രം പഠിച്ചു,
രാവിലെ വൈകിട്ട് തൊട്ട് റീസണിങ് മാത്രം പഠിച്ചു, അല്ലെങ്കിൽ ഒരു ടോപ്പ് 200 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ ഒരു PDF എടുത്ത് പഠിച്ചിട്ടൊന്നും കാര്യമില്ല. സ്മാർട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ അതെങ്ങനെ പഠിക്കാം നോക്ക്. ലാസ്റ്റ് 2 വർഷത്തെ ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ QA റീസണിങ്ങിന്റെ വേരിയേഷൻ നല്ലപോലെ മനസ്സിലാവില്ല. മെയിൻസിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ചില ഷിഫ്റ്റുകൾ അല്ലെങ്കിൽ ചില എക്സാംസുകളിൽ QA ഭയങ്കര ഈസിയാണ്. മെയിൻസിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. 30 അറ്റംപ്റ്റ് ചെയ്ത് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത്ര ഈസിയാണ്. 30 മേളിൽ അറ്റംപ്റ്റ് ചെയ്ത ആൾക്കാരുണ്ട്. പക്ഷേ റീസണിങ് വരുമ്പോഴോ നല്ല ഹാർഡാക്കി. പക്ഷേ അവിടെ ഒരാൾ നമുക്കിനി ഒരു ഇംഗ്ലീഷിന് ഇപ്പോൾ എത്ര ടഫ് ആക്കി കൊടുത്താലും ആ ഒരു ലെവൽ ഇമ്പ്രൂവ് ആക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ടല്ലേ. ഇവിടെ നോക്ക്, 40 ക്വസ്റ്റ്യനിൽ നമുക്ക് എത്ര ഡിഫിക്കൽട്ട് ആണെങ്കിലും 30 സ്കോർ ചെയ്യണം എന്നേ ഞാൻ പറയും, ചെയ്തിരിക്കണം. സോ അതെങ്ങനെ പോസിബിൾ ആവും? നിങ്ങൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു, ഫസ്റ്റ് ഡേ തൊട്ട് ലാസ്റ്റ് ഡേ വരെ ഇംഗ്ലീഷ് പഠിക്കും, റീസണിങ് പഠിക്കും, QA പഠിക്കും, റീസണിങ് പഠിക്കും, GA ഡെയിലി ഫോളോ ചെയ്യും. പക്ഷേ ഇംഗ്ലീഷിന് വെയിറ്റേജ് കൊടുക്കുമോ? ഇപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ അവർ തന്നെ പറയും, ഞങ്ങൾ ഇംഗ്ലീഷൊന്നും പഠിക്കാറില്ല. ഇംഗ്ലീഷൊക്കെ എന്നെ കൊണ്ട് എന്താ പറ്റുന്ന കാര്യമല്ല. ലാസ്റ്റ് എക്സാമിന് അന്ന് എന്ത് ചെയ്യും? നിങ്ങൾ ഫുൾ ലെങ്ത് മോക്ക് എഴുതും. അന്നേരമായിരിക്കും നിങ്ങളുടെ ലെവൽ മനസ്സിലാവുന്നത്. ഇംഗ്ലീഷിന് സ്കോർ ഇല്ല. ഇംഗ്ലീഷ് ഉണ്ടെങ്കിലേ നമുക്ക് മെയിൻസിന് നല്ല സ്കോർ ചെയ്യാൻ പറ്റും. സോ ആ ഒരു കാര്യം നിങ്ങൾ നോക്കാം. അപ്പോൾ എങ്ങനെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇവിടെ ബാങ്കിങ് എക്സാംസിന് ബാക്കി എക്സാമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മെയിനായിട്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് എബിലിറ്റി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ബാങ്കിങ് എക്സാംസിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് എന്ത് ചെയ്യണം? നല്ല രീതിയിൽ റീഡ് ചെയ്യുക. അപ്പോൾ റീഡിങ് ഹാബിറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ ഈ റീഡ് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ റീഡ് ചെയ്യാം? സോഴ്സസ് എന്തൊക്കെയാണ്? ഹിന്ദു പത്രം വായിച്ചൂടെ? ഹിന്ദുവിൻ്റെ എഡിറ്റോറിയൽ വായിച്ചൂടെ? അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? വൊക്കാബുലറി കിട്ടും. നല്ലൊരു വൊക്കാബുലറിയുടെ കളക്ഷൻ ഉണ്ടാക്കുക. ഞാനിപ്പോൾ എൻ്റെ സ്റ്റുഡൻസിനോടാണെങ്കിലും മെയിനായിട്ട് പറയുന്നത്, നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് ഒരു ടാർഗറ്റ് വെക്കുക. ഇത്ര ദിവസം കൊണ്ട് ഞാനൊരു 1000 വൊക്കാബുലറി കംപ്ലീറ്റ് ചെയ്യും. സോ ആ ഒരു വൊക്കാബുലറി കളക്ഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. ഇനി ഇപ്പം നിങ്ങളൊരു 100 വൊക്കാബുലറി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അതിൽ എന്തോരം വൊക്കാബ്സ് റിപ്പീറ്റ് അടിച്ച് വരുന്നുണ്ടെന്നല്ലേ. സോ ആ ഒരു റിപ്പീറ്റ് വരുന്ന വൊക്കാബ്സ് എന്താ? ആക്ച്വലി നമുക്കൊരു റിവിഷനാണ്. സോ നമുക്ക് ഈ കാണാതെ പഠിക്കേണ്ട ഒരു യാതൊരു ആവശ്യം വരത്തില്ല. ഇപ്പോൾ 1000 വൊക്കാബുലറി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതിലൊരു 350 വൊക്കാബുലറി ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന കാണാം. സോ ആക്ച്വലി അത് റിവിഷനാണ്. ആ 350 വൊക്കാബുലറി നമുക്ക് റിവിഷനായിട്ട് കിട്ടിയില്ലേ? ചിലപ്പോൾ അതായിരിക്കും നമുക്ക് എക്സാമിന് വരുന്നത്. കാര്യം ഹിന്ദുവിലെ എഡിറ്റോറിയൽസ് വൊക്കാബൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് നമ്മുടെ ആക്ച്വൽ എക്സാമിന് വരുന്നത്. ഏകദേശം ഒരു ഇംഗ്ലീഷിൻ്റെ ഐഡിയ കിട്ടി. അതിന് ഇംഗ്ലീഷിൻ്റെ ഫാക്കൽറ്റി നല്ല ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. പക്ഷേ നമുക്ക് റീസണിങ്ങിൻ്റെ മാർക്ക് നോക്കിയോ, 40 ക്വസ്റ്റ്യനിൽ 60 മാർക്കാണ് നമുക്ക് കിട്ടുന്നത്. മാർക്ക് വൈസ് നോക്കുമ്പോൾ റീസണിങ്ങിന് നല്ല വെയിറ്റേജ് ഉണ്ട്. പക്ഷെ നമുക്ക് ഇംഗ്ലീഷ് നല്ല രീതിയിൽ സ്കോർ ചെയ്തിട്ട് വേണം നമ്മളിവിടെ ഈ റീസണിങ്ങിൽ നമുക്ക് ആ ഒരു സ്കോർ നമുക്ക് എത്തിക്കാൻ. കാര്യം എന്താണെന്ന് അറിയോ? ലാസ്റ്റ് ഇയറിലെ റീസണിങ്ങിൻ്റെ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ എക്സാമിനും റീസണിങ് ടഫായിരുന്നു. ഇപ്പം നമ്മൾ വിചാരിക്കും 60 ക്വസ്റ്റ്യൻ 60 മാർക്ക് സ്കോർ ചെയ്തൂടെ, എങ്കിൽ പിന്നെ ഞാൻ 60 അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുമോ? 60 ക്വസ്റ്റ്യനിൽ 60 മാർക്ക് വാങ്ങിക്കാൻ പറ്റുമോ? മെയിൻസിന് നടക്കുന്ന കാര്യമില്ല. ലെവൽ ടഫ് ആക്കുകയാണെങ്കിൽ ലാസ്റ്റിലെ കട്ട് ഓഫ് ഒക്കെ നോക്കിയാൽ മനസ്സിലാവും 7 മാർക്ക് 6 മാർക്കൊക്കെയാണ് കട്ട് ഓഫ്. അതിൻ്റെ അർത്ഥം എന്താ? നല്ല ഡിഫിക്കൽട്ടാണ്. ഇനി അതെങ്ങനെ ടാക്കിൾ ചെയ്യാം? നല്ല രീതിയിൽ സെക്ഷണൽ ശ്രദ്ധിക്കും. മെയിൻസിൻ്റെ സെക്ഷണൽ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യും. ഇപ്പോൾ ഫുൾ ലെങ്ത് മോക്ക് തൽക്കാലത്തേക്ക് നിങ്ങളൊന്ന് മാറ്റി വെച്ചിട്ട് ഈ ഒരു ടൈം പീരീഡിൽ നല്ല രീതിയിൽ സെക്ഷണൽ ശ്രദ്ധിക്കുക. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ഒരു സ്ലൈഡിൽ പറഞ്ഞു തരുന്നതായിരിക്കും. ഡെയിലി ബേസിസിൽ നിങ്ങൾ GA പഠിക്കുക. Day 1, Day 2, Day 3 അങ്ങനെ ഡെയിലി ബേസിസിലുള്ള GA പഠിക്കുക. കറണ്ട് അഫെയർ ഫോളോ ചെയ്യുക. ഓരോ ആഴ്ചയും അത്രയും നാൾ പഠിച്ച് റിവൈസ് ചെയ്യുക. മന്ത്ലി റിവൈസ് ചെയ്യുക. ഇവിടെ കറണ്ട് അഫെയറിൻ്റെ ടെസ്റ്റൊക്കെ നടത്തുന്നുണ്ട്, അതിൻ്റെ റാങ്ക് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു കാര്യത്തിൽ നമ്മുടെ ഒരു ഓഫ്ലൈൻ കോച്ചിങ് സെൻറ്റർ എന്ന നിലയിൽ ഇവിടുത്തെ സ്റ്റുഡൻസിന് ആ ഒരു ബുദ്ധിമുട്ടില്ല. കാര്യം എന്താ? അവർക്കറിയാം മോക്ക് നല്ല രീതിയിൽ നടത്തുന്നുണ്ട്. അതിന് ഫസ്റ്റ് അടിക്കണം അല്ലെങ്കിൽ ടോപ്പ് 5 വരണമെന്നൊരു കോമ്പറ്റീഷൻ മെൻറ്റാലിറ്റി നമ്മുടെ സ്റ്റുഡൻസിനുണ്ട്. സോ അവർ നല്ല രീതിയിൽ പഠിച്ചു പോകുന്നുണ്ട്. സോ ഞാൻ ആ ഒരു രീതിയിലാണ് നിങ്ങളോടും പറയുന്നത്. ഡെയിലി ബേസിസിലെ കറണ്ട് അഫെയർ ഫോളോ ചെയ്യുക. പറ്റുമെങ്കിൽ മൾട്ടിപ്പിൾ സോഴ്സ് നിങ്ങൾ ഫോളോ ചെയ്യുക. ഇനി അടുത്തതാണ് ലാസ്റ്റ് QA. സോ QA നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. കാര്യം ലാസ്റ്റ് ഇയറിലെ ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഈസി ആയിരുന്നു. പക്ഷെ അത് എല്ലാ വർഷവും നോക്കണോ? ഇല്ല. അപ്പം QAയുടെ മെയിനായിട്ട് നിങ്ങൾ സോഴ്സ് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. ജസ്റ്റ് ഒരു വെയിറ്റേജിൻ്റെ കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഇനി നിങ്ങളുടെ ഒരു കണ്ടന്റ് എന്താ? 60 ഡേ സ്റ്റഡി പ്ലാൻ അല്ലേ? സോ അത് ഞാൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ മൊത്തത്തിലുള്ള 60 ഡേ ഞാൻ 2 ഫേസ് ആയിട്ട് അങ്ങ് തിരിച്ചു. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നോക്കിയോ, 45 ഡേ വരുന്ന ഒരു ഫേസ് 1ഉം 45 ഡേ വരുന്ന ഒരു ഫേസ് 1ഉം അതേപോലെ 50 ഡേ വരുന്ന ഒരു ഫേസ് 2 ആയിട്ടാണ് ഞാൻ തിരിച്ചിരിക്കുന്നത്. ഈ 45 ഡേ ഫേസ് 1ൽ പ്രിലിംസും കാണും മെയിൻസും കാണും. സോ അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നോർമലി എല്ലാവരും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ എല്ലാ ദിവസവും അല്ലെങ്കിൽ 60 ദിവസം നിങ്ങൾ പ്രിലിംസ് മാത്രം പഠിക്കും. പ്രിലിംസിൻ്റെ ഡേറ്റ് വരും, പ്രിലിംസിൻ്റെ എക്സാം കഴിയും, റിസൾട്ട് വരെ വെയിറ്റ് ചെയ്തിട്ട് ഒരു 14 ദിവസം അല്ലെങ്കിൽ ഒരു 20 ദിവസം കാണും മെയിൻസ് പഠിക്കാൻ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യും? കറണ്ട് അഫെയർ അങ്ങ് തകൃതിയായിട്ട് അങ്ങ് പഠിക്കും. ബാക്കി സബ്ജക്റ്റിനെ എന്ത് ചെയ്യും? മൈൻഡ് പോലും ചെയ്യത്തില്ല. മെയിൻസ് ക്ലിയർ ചെയ്യോ? ഇല്ല. അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു തരികയാണ്.
ടോട്ടൽ 45 ദിവസത്തിൽ നിങ്ങൾ എന്ത് ചെയ്യും, പ്രിലിംസും മെയിൻസും ഒന്നിച്ച് പഠിക്കും. സോ അത് ഞാൻ പറഞ്ഞുതരാം. അടുത്ത ഫേസ് 2 15 ഡേയ്സ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യും, പ്രിലിംസിന് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്യും. സോ ഞാൻ പറഞ്ഞുതരാം, നോക്കിയോ. ഫേസ് 1 ടോട്ടൽ 45 ദിവസമാണല്ലോ. സോ അതിൽ ഡേ 1 ചെയ്യേണ്ട ടാസ്ക് ഞാൻ പറഞ്ഞു, നോക്കിയോ. നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് സെക്ഷണൽ ടെസ്റ്റ് ആണ് മെയിൻസിന് വേണ്ടി ഫോക്കസ് ചെയ്യേണ്ടത്. സോ മെയിൻസിന് വേണ്ടി നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, ഇംഗ്ലീഷ് ഡേ 1 ഇംഗ്ലീഷും റീസണിങ്ങിൻ്റെ സെക്ഷൻ എഴുതുക. അതിനുശേഷം നല്ല രീതിയിൽ അനാലിസിസ് ചെയ്യാം. ഈ അനാലിസിസ് എന്ന് പറഞ്ഞൊരു ഒരു പാർട്ട് ഉണ്ടല്ലോ, അതിന് ഇമ്പോർട്ടൻസ് ആണ്. നല്ല രീതിയിൽ അനാലിസിസ് ചെയ്യാം, അതിൻ്റെ ഷോർട്ട് നോട്ട് ആക്കുക. അതിനുശേഷം എന്ത് ചെയ്യാം, ഒന്ന് റെസ്റ്റ് എടുത്തോ. അതിനുശേഷം ഒരു പ്രിലിംസിൻ്റെ മോക്ക് എഴുതുക, ഫുൾ ലെങ്ത് മോക്ക് എഴുതണം. അതും നല്ല രീതിയിൽ അനാലിസിസ് ചെയ്യാം. എന്തെങ്കിലും എക്സ്ട്രാ നോട്ട് കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താ എക്സ്ട്രാ ഒരു ട്രിക്ക് കിട്ടുന്നുണ്ടോ, അതൊരു ഷോർട്ട് നോട്ടാക്കി വെച്ചോ. അതിനുശേഷം എന്ത് ചെയ്യാം, കറണ്ട് അഫെയർ ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്യുന്നത് എന്താ, കറണ്ട് അഫെയർ നോക്കത്തില്ല. പക്ഷെ അങ്ങനെ ചെയ്യരുത്. ആ ദിവസത്തെയും കറണ്ട് അഫെയർ നമുക്ക് ഫോളോ ചെയ്യണ്ടേ, അതിന് മുന്നത്തെ കറണ്ട് അഫെയർ നമ്മൾ പഠിച്ചു വെച്ച കറണ്ട് അഫെയർ നമുക്ക് റിവിഷൻ ചെയ്യണ്ടേ. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒരു ഡേ 1 ചെയ്യുക. ഇനി അത് അടുത്ത ദിവസം എന്ത് ചെയ്യണം, നമ്മളിപ്പോൾ എന്തൊക്കെ ചെയ്ത സെക്ഷൻസ് വേണ്ടി, ഇംഗ്ലീഷ് ചെയ്തു, റീസണിങ് ചെയ്തു, മെയിൻസിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, കറണ്ട് അഫെയർ നോക്കി. QA ചെയ്തോ, ഇല്ല. അപ്പോൾ ഡേ 2 വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, QAക്ക് വേണ്ടി സമയം കൊടുക്കണം. അപ്പോൾ QAയുടെ മെയിൻസിൻ്റെ സെക്ഷൻസ് ആണ് എഴുതേണ്ടത്. അപ്പോൾ നല്ല രീതിയിൽ അനാലിസിസ് ചെയ്യുക. പക്ഷേ QA അല്ല, ഡിഫിക്കൽട്ടി ലെവൽ നല്ലതല്ലേ, അപ്പോൾ നമുക്ക് എന്ത് ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്ത് ഇംഗ്ലീഷിന് ഞാൻ ഈ ഡേ 2 ഒഴിവാക്കിയത്. കാര്യം QA മോക്ക് എഴുതി കഴിഞ്ഞിട്ട് അനാലിസിസ് ചെയ്യാൻ നല്ല രീതിയിൽ സമയം എടുക്കും. സോ ആ ഒരു ദിവസം ഡേ 2 QA മാത്രം നിങ്ങൾ ടൈം കൊടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞില്ലേ, ഇനി എന്ത് ചെയ്യുക, റെസ്റ്റ് എടുക്കുക. ഇനി ഒരു ഫുൾ ലെങ്ത് പ്രിലിംസിൻ്റെ മോക്ക് എഴുതുക. സോ എന്താ, മെയിൻസും പോകും, പ്രിലിംസും ആ ഒരു 45 ദിവസം പ്രോപ്പറായിട്ട് പോകും. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, കറണ്ട് അഫെയർ റിവിഷൻ ചെയ്യുക. സോ ആ ഒരു ഫേസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഫേസ് 1 പ്രിലിംസും മെയിൻസും നമുക്ക് ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റും എന്ന് നിങ്ങളെ കൊണ്ട് കാണിക്കാനാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. പക്ഷേ ഇത് നിങ്ങൾ 1-2 ദിവസം കൊണ്ട് ചെയ്തിട്ട് അങ്ങ് വിട്ടിട്ട് കാര്യമില്ല. ആ 45 ദിവസം നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിൻസിന് ഒരു നല്ലൊരു ബേസും ഉണ്ടാകും, പ്രിലിംസിന് നിങ്ങളുടെ സ്പീഡും പോകത്തില്ല. സോ ഇനി അടുത്ത ഡേ 3 എന്ത് ചെയ്യണം, ആ ഡേ 1 എന്താണോ ചെയ്തത് റിപ്പീറ്റ് ചെയ്യുക. അടുത്ത എന്ത് ചെയ്യുക, ഇംഗ്ലീഷും റീസണിങ്ങും ചെയ്യുക, സെക്ഷണൽസ് മെയിൻസിൻ്റെ എഴുതുക, അനാലിസിസ് ചെയ്യുക. ഇനി ഒരു പ്രിലിംസിൻ്റെ മോക്ക് എഴുതുക, കറണ്ട് അഫെയർ റിവിഷൻ ചെയ്യുക. ഈ കറണ്ട് അഫെയർ റിവിഷൻ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഡെയിലി കറണ്ട് അഫെയറും ഫോളോ ചെയ്യണം, ഓൾറെഡി പഠിച്ച കറണ്ട് അഫെയർ റിവിഷൻ ചെയ്യണം. സോ ഇത്രയും കാര്യങ്ങൾ 45 ദിവസം നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി എന്തുണ്ടാവും, അതിന് നല്ലൊരു റിസൾട്ട് ഉണ്ടാവും. ഇനി ഫേസ് 2 ഞാൻ പറഞ്ഞു 50 ഡേ എന്ന് പറഞ്ഞു. സോ അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ ഫേസ് 2 മെയിനായിട്ട് ചെയ്യുന്നത് പ്രിലിംസ് മാത്രമാണ്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ എക്സാമിന് മുന്നേ ഉള്ള 15 ദിവസം നമുക്ക് പ്രിലിംസിന് വേണ്ടി മാത്രം മാറ്റി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്പീഡ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവും. കാര്യം ഓൾറെഡി മെയിൻസ് എഴുതിയ ഒരാൾക്ക് കൺസെപ്റ്റ് നല്ല ക്ലിയർ ആകത്തില്ലേ. സോ പ്രിലിംസ് എഴുതുമ്പോൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ സ്പീഡ് ഇമ്പ്രൂവ് ആവണം. അപ്പം ഫസ്റ്റ് എന്ത് ചെയ്യണം, ഞാൻ ഇതിനെ 3 ഷിഫ്റ്റായിട്ട് തിരിച്ചു. ഒരു ദിവസത്തെ മോർണിംഗ് ഷിഫ്റ്റ്, നൂൺ ഷിഫ്റ്റ് ആൻഡ് ഈവനിങ് ഷിഫ്റ്റ്. അതെന്തുകൊണ്ടാണ്, കാര്യം നമുക്ക് അഡ്മിറ്റ് കാർഡ് വരുമ്പോഴല്ലേ നമ്മുടെ ഏത് ഷിഫ്റ്റാണ് നമുക്ക് കിട്ടുന്നതെന്ന് അറിയും. സോ നമുക്ക് ഇപ്പോഴേ നമുക്കത് പ്രാക്ടീസ് ചെയ്യാം. ഈ രാവിലെ കിട്ടുന്ന ആൾക്കാർക്കാണെങ്കിൽ ഈ രാവിലെ എണ്ണീറ്റ് നല്ല ടയേർഡായിട്ട് ഈ ഉറക്കക്ഷീണം കൊണ്ട് വരുന്ന ഒരു പ്രശ്നമുണ്ട്. സോ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മളൊരു മോർണിംഗ് ഷിഫ്റ്റ് ഒരു പ്രിലിംസിൻ്റെ മോക്ക് എഴുതുക. ഇനി ഉച്ചയ്ക്ക് വരുന്ന ഒരു ഇഷ്യൂ എന്താ, നല്ല ഫുഡൊക്കെ കഴിച്ച് നല്ല ഉറക്കം വരുമല്ലേ. സോ ആ സമയത്ത് നമുക്ക് വായിക്കാനും നമുക്കൊരു ബോധമില്ലാത്തൊരു രീതി വരും. സോ അത് ടാക്കിൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഉച്ചയ്ക്ക് ഒരു ഷിഫ്റ്റ് ഒരു മോക്ക് എഴുതുക. ഇനി വൈകിട്ടാണെങ്കിലും ആ ഒരു രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള ടയേർഡ്നെസ്സിനെ ഓവർകം ചെയ്യാൻ വേണ്ടി വൈകിട്ട് ഒരു ഷിഫ്റ്റ് ഒരു മോക്ക് എഴുതുക. സോ ടോട്ടൽ നമ്മൾ ഒരു ദിവസം 3 മോക്കാണ് ടോട്ടൽ ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യണം. അത് ചെയ്യാൻ പറ്റുമോ, ഈ പറഞ്ഞിരിക്കുന്ന ടാസ്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് വരും. ഇവിടുത്തെ പിള്ളേർ നമ്മുടെ ദിശ അക്കാഡമിയിലെ ഓഫ്ലൈൻ ബ്രാഞ്ചസിലെ കുട്ടികൾ ചെയ്യുന്നുണ്ട്. സോ അതാണ് ഇതിൻ്റെ ഒരു മെയിൻ കാര്യം. സോ അവർ ചെയ്ത് കാണിക്കുന്നുണ്ട്, പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്തുകൂടാ. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ അത് ചെയ്യുക. അത് മാത്രമാണോ, ഇത് നിങ്ങൾ ഈവനിങ് ഷിഫ്റ്റ് കൊണ്ട് മോക്കും എഴുതി അനാലിസും ചെയ്ത് കഴിഞ്ഞാൽ രാത്രി നിങ്ങൾ എന്ത് ചെയ്യണം, കറണ്ട് അഫെയർ റിവിഷൻ ചെയ്യുക. കാര്യം കറണ്ട് അഫെയർ നമുക്ക് വിട്ടുപോകാൻ പറ്റുമോ, ഇല്ല. ഒരു 10 ദിവസം നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് കറണ്ട് അഫെയർ ചെയ്യാം. ലാസ്റ്റ് 5 ദിവസം നിങ്ങൾ വേണമെങ്കിൽ കറണ്ട് അഫെയർ നിങ്ങൾക്ക് ആ ഒരു പാർട്ട് ഒഴിവാക്കാം. സോ ഈ കാര്യങ്ങൾ നിങ്ങൾ 15 ദിവസം കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക. നോക്കുക, 15 ദിവസം നിങ്ങൾ 3 മോക്ക് വെച്ച് എഴുതിയാൽ 45 മോക്കാണ് ടോട്ടൽ നിങ്ങൾക്ക് കിട്ടുന്നത്. സോ ഇത്രയും മോക്ക് ഇടുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഫുൾ ലെങ്ത്, അതായത് ആക്ച്വൽ എക്സാമിന് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു പേടിയും വേണ്ട, കൂളായിട്ട് പോയിട്ട് എക്സാം എഴുതിയിട്ട് വരാൻ പറ്റും. അത്രയും നിങ്ങൾക്ക് കോൺഫിഡൻസ് ആയിരിക്കും. അവിടെ എക്സാം പ്രഷർ അല്ലെങ്കിൽ ഇത്രയും 45 മോക്ക് എഴുതുമ്പോൾ അതിൽ തന്നെ പല ഡിഫിക്കൽട്ട് ആയിട്ടുള്ള മോക്ക് എഴുതും. ഇപ്പോൾ ഈസി ആയിട്ടുള്ള മോക്ക് വരാം, ടഫായിട്ടുള്ള വരാം. സോ നിങ്ങൾ ആ ഒരു കാര്യങ്ങൾ എങ്ങനെ ടാക്കിൾ ചെയ്യുന്നുള്ള ഒരു കാര്യം പഠിക്കും. സോ ഇതാണ് ഫേസ് 2 കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആ ഒരു 60 ദിവസം പ്രോപ്പറായിട്ട് ചെയ്താൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. സോ ഞാൻ എഗെയിൻ പറയാണ്, ഓഗസ്റ്റ് 6-ന് ഇവിടെ നമ്മുടെ ഓഫ്ലൈൻ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യണം, എക്സ്ക്ലൂസീവ്ലി ഫോർ ബാങ്ക്. അതേപോലെ ഓൺലൈൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യണം. താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യും. കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തതെന്ന് ഇവിടെ നിങ്ങളെ നല്ല രീതിയിൽ നിങ്ങളെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കും.
അങ്ങനെ വർക്ക് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യണം എന്നുള്ള മെൻറ്റാലിറ്റി നിങ്ങളെ എത്തിക്കുകയാണ് ഞങ്ങളെ മെയിനായിട്ടുള്ളത്. ക്ലാസ് കൊണ്ട് മാത്രമല്ല, നിങ്ങളെ മോക്ക് ടെസ്റ്റ് എഴുതിപ്പിക്കും, അതിന് നല്ല രീതിയിൽ അനാലിസിസ് ചെയ്യും. ഇനി മാർക്ക് നിങ്ങൾക്ക് കുറഞ്ഞു പോയാലോ, ഞങ്ങൾ നിങ്ങളെ ഗൈഡ് ചെയ്യും, എങ്ങനെ ഏത് ഫോക്കസ് ചെയ്യണം, അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റ് ഫോക്കസ് ചെയ്യണം, എവിടെയാണ് നിങ്ങൾക്ക് പ്രശ്നം വന്നത്. 1-to-1 മെന്ററിംഗ് സപ്പോർട്ട് ഇവിടെ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, 60-day പ്രിലിംസിന്റെ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ട്, പിന്നെ 60-day മെയിൻസിന്റെ സ്റ്റഡി പ്ലാൻ ഉണ്ട്, മെയിൻസിന്റെ ക്ലാസ്സസ് പോകുന്നുണ്ട്, അതേപോലെ ഇന്റർവ്യൂവിന്റെ ക്ലാസ്സുകൾ പോകുന്നുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങൾക്ക് എഡിറ്റോറിയൽ പ്രസന്റേഷൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. സോ അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ബെനിഫിറ്റ് ആവുന്നുണ്ട്. ഇവിടെ IBPS SBIPയുടെ ഒക്കെ സ്കോർ, ഇംഗ്ലീഷിൻ്റെ ഒക്കെ 35 അറ്റംപ്റ്റ് ചെയ്യുന്ന 35 സ്കോറൊക്കെ കിട്ടുന്ന ആൾക്കാരുണ്ട് ഇംഗ്ലീഷിന്. സോ അവരുടെ പെർസെൻറ്റേജ്, മോക്കിൻ്റെ ഒക്കെ പെർസെൻറ്റേജ് എന്ന് വെച്ചാൽ 98.9 ആ ഒരു റേഞ്ച് പെർസെൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും 98.9 ഒക്കെ കിട്ടുന്ന ആൾക്കാരുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ ജോയിൻ ചെയ്യുമ്പോൾ ഞങ്ങൾ അതിൻ്റെ പ്രൂഫ് കാണിക്കാം. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ബ്രാഞ്ചിൽ പോയി അന്വേഷിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ എന്താ പറയുക, എങ്ങനെ ഇവിടുത്തെ ബാച്ചസിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. സോ 60 ദിവസം ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ നിങ്ങൾ പഠിക്കണം, പഠിച്ചേ പറ്റൂ. നമുക്ക് ഈ വർഷം ജോലി വേണം. ഒരു 6-7 മാസത്തെ കഷ്ടപ്പാടല്ലേ ഉള്ളൂ. ഇപ്പോൾ IBPS ക്ലർക്ക് എന്താ ഈ തുടങ്ങുമല്ലോ, October 4-നും 5-നും 11-നും പ്രിലിംസ്, 29-ന് മെയിൻസ്. ആ ഇറങ്ങി വരുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക് കിട്ടുമില്ലെന്ന്. സോ ആ ലെവലിൽ നിങ്ങൾ പഠിക്കുക, 60 ദിവസം യൂട്ടിലൈസ് ചെയ്യുക. സോ അതിനുശേഷം ഞാൻ മെയിൻസിൻ്റെ സ്ട്രാറ്റജി ആയിട്ട് വരുന്നതായിരിക്കും. സോ നല്ല രീതിയിൽ പഠിക്കുക. ഇനിയുള്ള ദിവസം ഒരു സമയം പോലും കളയരുത്. നല്ല രീതിയിൽ പഠിച്ച് നല്ല നിലയിൽ എത്തുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.